യുവാക്കളാണ്. പെട്ടെന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു ഫോൺ വന്നു. ആ 3 പേരിൽ ഒരാൾ ശത്രുരാജ്യത്തിന്റെ ചാരനാണ്. രഹസ്യ വിവരങ്ങൾ ചോർത്താനായി വന്നിരിക്കുകയാണ്. ആ ഓഫീസർ 3 പേരെയും ചോദ്യം ചെയ്തു. ഒന്നാമത്തെ ആൾ പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തുള്ളവനാണ്, എനിക്കൊരു ചെറിയ മകളുമുണ്ട്, ഈ ചിത്രങ്ങൾ നോക്കൂ. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഞാനും ഈ രാജ്യത്തെ പൗരനാണ്, എൻ്റെ ഭാര്യയും അങ്ങനെ തന്നെ, ഈ ചിത്രങ്ങൾ നോക്കൂ. മൂന്നാമത്തെ ആൾ പറഞ്ഞു, ഞാനും ഈ രാജ്യത്തെ പൗരനാണ്, എൻ്റെ കല്യാണവും കഴിഞ്ഞു, ഈ ചിത്രങ്ങൾ നോക്കൂ. 3 പേരുടെയും ചിത്രങ്ങൾ നോക്കിയപ്പോൾ ഓഫീസർക്ക് മനസ്സിലായി ആരാണ് യഥാർത്ഥ ചാരനെന്ന്. എങ്ങനെ? നിങ്ങൾക്ക് പറയാമോ ആരാണ് യഥാർത്ഥ ചാരനെന്ന്? നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. വരൂ, നമുക്കിതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. മൂന്നാമത്തെ ആളുടെ ചിത്രങ്ങൾ നോക്കൂ. എല്ലാ ചിത്രങ്ങളും ഒരേ സ്ഥലത്ത് വെച്ച് എടുത്തവയാണ്. ഈ മരം നോക്കൂ, അതിനു താഴെ വീണ് കിടക്കുന്ന ഈ ഇലകൾ നോക്കൂ, പശ്ചാത്തലം നോക്കൂ. ഈ ചിത്രങ്ങൾ അയാൾ എഡിറ്റ് ചെയ്തതാണ്. ഓഫീസർ അങ്ങനെ അയാളെ പിടികൂടി. നഗരത്തിൽ മോഷ്ടാക്കളുടെ ശല്യം രൂക്ഷമായി. എല്ലാ ദിവസവും മോഷണങ്ങൾ നടക്കാൻ തുടങ്ങി. പോലീസിന് കള്ളനെ പിടികൂടാനായില്ല. അവർ ഡിറ്റക്റ്റീവ് മെഹുലിന്റെ സഹായം തേടി. കള്ളനെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നയാൾക്ക് 1 ലക്ഷം രൂപ സമ്മാനം നൽകുന്നതായി മെഹുൽ അറിയിച്ചു. വൈകുന്നേരമായപ്പോൾ ഒരാൾ പോലീസ് സ്റ്റേഷനിലെത്തി മെഹുലിനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്ന് ഒരാളെ 3 വീടുകൾക്ക് മുന്നിലായി കണ്ടു. അയാൾ ആ വീടുകളെ ശ്രദ്ധയോടെ നോക്കുകയായിരുന്നു. ചിലപ്പോൾ മോഷണത്തിനായി വീട് തിരഞ്ഞെടുക്കുകയായിരിക്കും. മെഹുൽ ആ വീടുകൾക്ക് മുന്നിലെത്തി. ഇതായിരുന്നു ആ 3 വീടുകൾ. നിങ്ങൾ ഈ 3 വീടുകളും ശ്രദ്ധയോടെ നോക്കുക, എന്നിട്ട് പറയുക, കള്ളൻ ഇതിൽ ഏത് വീടായിരിക്കും മോഷണത്തിനായി തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. വരൂ, നമുക്കിതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. ഒന്നാമത്തെ വീട് വിൽപ്പനയ്ക്കുള്ളതാണ്, അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ഒന്നും കാണുകയില്ല. രണ്ടാമത്തെ വീട്ടിൽ വിളക്കുകൾ തെളിച്ചിട്ടുണ്ട്. ഒരുപാട് ചെരുപ്പുകളും മുൻപിൽ കാണാം. ആ വീട്ടിൽ കയറുന്നത് വളരെയധികം റിസ്ക് ആണ്. മൂന്നാമത്തെ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. കൂടാതെ വീടിന് മുന്നിൽ മഞ്ഞ് നിറഞ്ഞിരിക്കുന്നു. വീടിന്റെ ഉടമ ഒരുപാട് നാളായി അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് കള്ളൻ മൂന്നാമത്തെ വീടായിരിക്കും തിരഞ്ഞെടുക്കുക. മെഹുൽ കള്ളന് മുമ്പേ തന്നെ വീട്ടിൽ കയറുകയും കള്ളനെ പിടികൂടുകയും ചെയ്യും. ഈ ചോദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മോഹൻ നഗരത്തിലെ സമ്പന്നനായ ആളുകളിൽ ഒരാളാണ്. അദ്ദേഹത്തിന് 2 ആൺമക്കളും 1 മകളുമാണ് ഉള്ളത്. അവരെല്ലാവരും അവരുടെ വീടുകളിലാണ് താമസിക്കുന്നത്. ഒരു ദിവസം ഇളയ മകനായ രവിയെ ആരോ ആക്രമിച്ചു. രവി രക്ഷപ്പെട്ടു, പക്ഷേ ആശുപത്രിയിൽ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്. പോലീസിന് ഈ കേസ് സോൾവ് ചെയ്യാനായില്ല. ഡിറ്റക്റ്റീവ് മെഹുൽ അവിടെ എത്തിച്ചേർന്നു. മെഹുൽ രവിയുടെ അച്ഛനെ ഫോൺ ചെയ്ത് ഇങ്ങനെ പറഞ്ഞു, താങ്കളുടെ മകന് ആക്സിഡന്റ് ആയിരിക്കുന്നു, ആശുപത്രിയിലേക്ക് വരിക. അതിനുശേഷം മെഹുൽ രവിയുടെ ജ്യേഷ്ഠനായ രാമിനെ ഫോൺ ചെയ്ത് ഇങ്ങനെ പറഞ്ഞു, താങ്കളുടെ സഹോദരൻ ആക്സിഡന്റിൽ പെട്ടിരിക്കുന്നു, എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് വരൂ. മൂന്നാമതായി മെഹുൽ രവിയുടെ സഹോദരിയെ ഫോൺ ചെയ്ത് ഇതേ കാര്യം ആവർത്തിച്ചു. 3 പേരും ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ മെഹുലിന് മനസ്സിലായി ആരാണ് രവിയുടെ അപകടത്തിന് പിന്നിലെന്ന്. എന്താ, നിങ്ങൾക്ക് പറയാമോ ആരാണ് ഇതിന് പിന്നിലെന്ന്? ആലോചിക്കൂ, നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ. വരൂ, നമുക്കിതിന്റെ ഉത്തരം നോക്കാം. സഹോദരി ഗെറ്റ് വെൽ സൂൺ എന്നെഴുതിയ ഒരു ബൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം അവൾക്കറിയില്ല അപകടം പറ്റിയത് രവിക്കാണോ രാമിനാണോ എന്ന്. മോഹനും രാമും ഗെറ്റ് വെൽ സൂൺ രവി എന്നെഴുതിയ സാധനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. രാമിന് ഒരു സഹോദരൻ മാത്രമാണുള്ളത്. അതുകൊണ്ട് രാമിനറിയാം രവിയാണ് ഹോസ്പിറ്റലിലെന്ന്. പക്ഷേ അവരുടെ അച്ഛൻ മോഹന് എങ്ങനെ അറിയാം അപകടം പറ്റിയത് രാമിനാണോ രവിക്കാണോ എന്ന്? മെഹുൽ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ മകന് അപകടം പറ്റി എന്ന് മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് മോഹനായിരിക്കും അദ്ദേഹത്തിന്റെ മകന്റെ അപകടത്തിന് പിന്നിൽ. ഇങ്ങനെയാണ് മെഹുൽ യഥാർത്ഥ പ്രതിയെ പിടികൂടിയത്. ഈ 2 ചിത്രങ്ങളും ശ്രദ്ധിച്ചു നോക്കൂ, എന്നിട്ട് പറയൂ, ഈ 2 ചിത്രങ്ങളിൽ ആകെ എത്ര വ്യത്യാസങ്ങളാണ് ഉള്ളത്? ഏതൊക്കെയാണ് ആ വ്യത്യാസങ്ങൾ? ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. ഈ ചിത്രത്തിൽ ആകെ 5 വ്യത്യാസങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ഈ കാറിൻ്റെ ഏരിയൽ, രണ്ടാമത്തേത് ഈ വാഹനത്തിന് പിന്നിലെ ബോക്സ്,
മൂന്നാമത്തേത് ഈ കാറിന് പിന്നിലെ വസ്തു. നാലാമത്തേത് ഈ കാറിൻ്റെ സ്മൈൽ. അഞ്ചാമത്തേത് നോക്കുക, എന്നിട്ട് പറയുക ഇതിൽ ഈ കുട്ടിയുടെ അമ്മ ആരാണ്. ചിന്തിക്കൂ, നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യൂ. വരൂ, നമുക്കിതിൻ്റെ ഉത്തരം നോക്കാം. കുട്ടി ഇവിടെ ഒറ്റയ്ക്കായിരിക്കില്ല വന്നത്, കൂടെ ആരെങ്കിലും വന്ന് കാണും. മൂന്നാമത്തെ കല്ലറ നോക്കുമ്പോൾ അതിൽ ഒരു പുതിയ റീത്ത് വെച്ചിട്ടുണ്ട്. അതായത് അത് ഇപ്പോൾ വെച്ച ഒന്നാണ്. അതുകൊണ്ട് ഇതായിരിക്കും കുട്ടിയുടെ അമ്മ. എന്താ ശരിയല്ലേ? ഇതുപോലെയുള്ള മികച്ച വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.